ഇട്ടിരിക്കുന്ന ബ്ലൗസിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പിനെയും നിയന്ത്രിക്കാനാകാതെ ഉയർന്നു പൊങ്ങുന്ന കിതപ്പിനെയും വകവയ്ക്കാതെയാണവൾ അന്നും ഓവർ ഡ്യൂട്ടിക്ക് ഇറങ്ങിയത്. കരിങ്കൽ ക്വാറിയിലെ ചുമട് തൊഴിലാളിയാണ് മീന. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സാധാരണ ജോലി. 6:30 വരെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അല്പം കൂടുതൽ കൂലി കിട്ടും എന്നുള്ളതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും അവൾ 6:30ക്കാണ് പണി നിർത്തി പോവുക. നിനക്ക് വീടും കൂടുമൊന്നും ഇല്ലേടി എന്ന് മറ്റുള്ളവർ കളിയാക്കി ചോദിക്കുമ്പോൾ വരണ്ട ഒരു ചിരിയിലൊതുക്കും അവൾ അതിന് മറുപടി. 5 അടിക്ക് മുമ്പേ ഡ്രസ്സും മാറ്റി മുടിയും ചീകി ഇറങ്ങുന്നവർക്കറിയില്ലല്ലോ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. 100എങ്കിൽ 100, കൂടുതൽ കിട്ടിയാൽ അത്രയും ഉപകാരമെന്ന് കരുതിയിട്ടാണ് പറ്റാഞ്ഞിട്ടും 6:30 വരെ നിൽക്കുന്നത്. മോള് പ്രായമായി വരികയാണ്. പണ്ടത്തെ കാലമല്ല. നിഴലിനെ പോലും പേടിക്കണം. കുടിച്ചു കൂത്താടി നേരവും കാലവുമില്ലാതെ കയറി വരുന്നവന് അതൊന്നും ഓർക്കാൻ നേരമില്ല. ഇന്നാണെങ്കിൽ മോൾക്ക് പനിക്കോളും കണ്ടിട്ടാണ് പോകുന്നത്. വേഗം ചെന്നിട്ട് ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശാരിയുടെ ഫോണിൽ നിന്ന് അയൽപക്കത്ത് വിളിച്ചപ്പോഴും നല്ല പനിയുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആഴ്ച അവസാനമായതിനാൽ കണക്ക് നോക്കി പൈസയും വാങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് അർജന്റായി 4-5 കൊട്ട കൂടി കല്ല് വേണമെന്ന് പറയുന്നത്. പെണ്ണുങ്ങളെല്ലാം ഇറങ്ങിയതിനാലും താൻ കുറച്ച് വൈകി നിൽക്കാറുള്ളതിനാലും അനുസരിക്കേണ്ടി വന്നു. അല്ലെങ്കിലും പൈസ കിട്ടാതെ പോകാൻ പറ്റില്ലല്ലോ. മെഷീനിൽ പൊടിച്ചിടുന്ന മെറ്റൽ വാരലായിരുന്നു ആദ്യം. അതത്ര വലിയ ഭാരമായും തോന്നിയിരുന്നില്ല അവൾക്ക്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റി കല്ല് പൊട്ടിക്കുന്നിടത്തേക്കാക്കി. വലിയ കരിങ്കല്ലുകളൊക്കെ ഒറ്റയ്ക്ക് ചുവന്ന് മെഷീനിൽ കൊണ്ടിടുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. അത്യാവശ്യം മിനുങ്ങിയ ശരീരമാണെങ്കിലും 1-2 വട്ടം കയറി ഇറങ്ങുമ്പോഴേക്കും അവൾ ക്ഷീണിച്ചിട്ടുണ്ടാകും. ശ്വാസം എടുക്കാൻ പോലും വയ്യാതെ കിതച്ചു നിന്നാലും പൂർത്തിയാക്കാതെ പോയാൽ പറഞ്ഞ പൈസ കിട്ടില്ലല്ലോ എന്നോർക്കും. വീണ്ടും വയ്യായിക മറക്കും. കൂടെയുള്ള മേരി ചേച്ചി പറഞ്ഞതാണ് സൂപ്പർവൈസറോട്, കാര്യമായി പറഞ്ഞാൽ പണി മാറ്റിത്തരുമെന്ന്. അത് കേട്ട് ഒരു ദിവസം ചെന്നതുമാണ്. പക്ഷേ അയാളുടെ നോട്ടവും ഭാവവും ഇഷ്ടപ്പെടാതെ തിരിച്ചു പോരുകയായിരുന്നു. അയാൾ പെൺവിഷയത്തിൽ അല്പം താല്പര്യമുള്ള ആളാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തടിയും ചൊടിയുമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അയാളുടെ ചുണ്ട് നനച്ചുള്ള നിൽപ്പും ഓരോ അവയവവും അളന്നെടുക്കുന്ന പോലെയുള്ള നോട്ടങ്ങളും വഷളത നിറഞ്ഞ സംസാരവും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മറ്റു പെണ്ണുങ്ങൾ അയാളുടെ ദേഹം ഒരുമി കടന്നു പോകുന്നതും കൊഞ്ചുന്നതും കാണാഞ്ഞിട്ടും അല്ല, ശാരി തുറന്നു പറഞ്ഞതുമാണ്. അയാള് ഒന്ന് തൊട്ടാലും പിടിച്ചാലും എന്താ, ചോദിക്കണ പൈസ കയ്യിൽ കിട്ടില്ലേ എന്ന്. തനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു കണക്കിന് അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയതും നന്നായെന്നേ തോന്നിയിട്ടുള്ളൂ. പലപ്പോഴും തൻ്റെ മാറത്തും മറ്റുള്ളവരെ പോലെ ഉരുമാൻ വന്നിട്ടുണ്ടെങ്കിലും കൂർത്ത നോട്ടം കൊണ്ട് തടയുമായിരുന്നതിനാൽ ഒഴിഞ്ഞു പോവുകയായിരുന്നു. ഇന്നിനി പൈസയ്ക്ക് അയാളുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ മീനയുടെ നെഞ്ചൊന്നാളി. അവസാനത്തെ കൊട്ട കല്ലു ഇറക്കി വിയർത്തൊഴുകി അവൾ സൂപ്പർവൈസറെ നോക്കി. മുറിയിലേക്ക് പോയെന്ന് ഒരു ഹിന്ദിക്കാരൻ പയ്യൻ പറഞ്ഞത് കേട്ട് മടിച്ചാണ് അവൾ മുറിയുടെ മുന്നിൽ ചെന്നത്. കേറി വാ, അകത്തു നിന്നും ശബ്ദം കേട്ടു. കള്ളി മുണ്ടെടുത്ത് ഒരു കാൽ കട്ടിലിലേക്ക് കയറ്റി വെച്ച് കൈ തുടയിലമർത്തി ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ. മീന പോയില്ലായിരുന്നോ? ഇപ്പോഴാ കഴിഞ്ഞത്. പിന്നെ പൈസ? അവൾ മടിയോടെ പറഞ്ഞു. ഓ, മീനയുടെ കണക്ക് നോക്കിയില്ലല്ലോ അല്ലേ? കയറി വാ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ കയറാതെ മടിച്ചു നിന്നതും പൈസ വേണമെങ്കിൽ കയറി വാ എന്ന അയാളുടെ പറച്ചിലിൽ മീന മുറിയിലേക്ക് കയറി. നല്ല പണിയായിരുന്നല്ലേ? ആകെ വിയർത്തിട്ടുണ്ടല്ലോ. അവളുടെ ഉടലാകെ മൊത്തം നോക്കി ഒരു ചിരിയോടെ അയാൾ പറഞ്ഞത് കേട്ട് മീനയ്ക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുടയിൽ തഴുകിയും അവളുടെ നേരെ നോക്കിയും കണക്ക് ബുക്ക് നോക്കുകയാണ് അയാൾ. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ പോകണമെങ്കിലും വൈകുമല്ലോ ദൈവമേ. അവളുടെ മനസ്സ് ഉരുകുന്നുണ്ടായിരുന്നു. മീന അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അതും കഴിച്ചിനി 1000 തികച്ചില്ലല്ലോ. അയാൾ നോട്ടുകൾ എണ്ണി നോക്കി. അത് കേട്ടതും മീന വല്ലാതെയായി. ആശുപത്രിയിൽ പൈസ ആകും. മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടിയും വരും. മാത്രമല്ല അരിയും സാധനങ്ങളും വാങ്ങാനും ഉണ്ട്. സാറേ, കുറച്ച് പൈസ കൂടി കൂട്ടിത്തരാമോ? ആ ചിന്തയിലാണ് അവളത് ചോദിച്ചത്. ഇപ്പോൾ തന്നെ പൈസ അധികമാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു തരുന്നതിൽ എനിക്ക് എന്ത് ലാഭമാണ്? അർത്ഥം വെച്ചുള്ള പറച്ചിലായി തോന്നി മീനയ്ക്കത്. മറ്റു പെണ്ണുങ്ങളെ മീന കാണുന്നില്ലേ? അവരെ പോലെയൊക്കെ ഒന്ന് സഹകരിച്ചു പോയാൽ പൈസയ്ക്കൊന്നും പഞ്ഞുണ്ടാവില്ല. അയാൾ ഒരു പിടി നോട്ടുകളുമായി അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നു. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. ആരും അറിയാൻ പോണില്ല. എല്ലാവരും പോയി. ഒരു 5 മിനിറ്റ് നേരം മതി. എന്തു പറയുന്നു? അയാളുടെ നാവ് ചുണ്ടുകളെ നനച്ചു തുടങ്ങിയത് കണ്ട് മീനയ്ക്കുള്ളിൽ നിന്ന് ഒരറപ്പ് തോന്നി. അയാളെ തട്ടിമാറ്റി മീന മുറിക്ക് പുറത്തേക്കിറങ്ങി. മാനം വിറ്റ് ജീവിക്കാനായിരുന്നെങ്കിൽ ഈ മരണപ്പണിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സാറേ എനിക്ക്.
എൻ്റെ മോള് പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ട്. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ചിലവിനുമൊക്കെ എനിക്ക് കാശ് വേണം, സത്യമാണ്. പക്ഷെ പട്ടിണി കിടന്ന് ചത്താലും ശരീരം വിറ്റ് തിന്നേണ്ട ഗതികേട് വന്നാൽ എൻ്റെ മോളെയും കൊണ്ട് ജീവിതം തീർക്കേയുള്ളൂ ഞാൻ. അല്ലാതെ ആർക്കും വഴങ്ങിക്കൊടുക്കില്ല. കൈ നീട്ടി പിച്ചയെടുത്താലും ഞാൻ ജീവിക്കും സാറേ. ഇവിടുത്തെ പണി എനിക്ക് വേണ്ട. പൈസ സാറ് തന്നെ വെച്ചോ. ഉള്ളിലടക്കിയ രോഷമെല്ലാം പുറത്തേക്കിട്ട് തിരിഞ്ഞ മീനയുടെ കയ്യിൽ കയറി പിടിച്ചു അയാൾ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഈ പൈസ നിനക്ക് വേണ്ടി എടുത്തതാണെങ്കിൽ അത് മുതലാക്കാനും ഈപ്പനറിയാം. അത് നീ കരുതുന്ന പോലെ നിന്റെ ശരീരം കൊതിച്ചിട്ടൊന്നുമല്ല. ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയതാണ് നീയും മറ്റുള്ളവരെ പോലെയാണോ എന്നറിയാൻ. ആദ്യം മുതലേ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റു പെണ്ണുങ്ങൾ കൊഞ്ചി കുഴയുമ്പോൾ നീ മാത്രം ഒന്നിനും ആരോടും നിൽക്കാറില്ല. മേരി നിന്റെ കാര്യം വിശദമായി പറയുകയും ചെയ്തു. അന്ന് തോന്നിയ കാര്യമാണ്. ഇവിടെ ഈ ഹിന്ദിക്കാരന്മാർ വെച്ചുണ്ടാക്കിയത് തിന്ന് വയറും നാക്കും കേടായി. നിനക്ക് പറ്റുമെങ്കിൽ നാളെ മുതൽ ഓവർ എടുക്കുന്ന ജോലി അടുക്കളയിലായാൽ നല്ലൊരു തുക ശമ്പളമായി തരാം. ഓശാരമായിട്ടല്ല കേട്ടോ. നിന്നെപ്പോലെയുള്ള നല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈപ്പന് അമ്മച്ചി ഓർമ്മ വരും. ഞങ്ങളെയും ഇതുപോലെ കഷ്ടപ്പെട്ട് വലുതാക്കിയതാണ് എൻ്റെ അമ്മച്ചി. അപ്പോൾ എങ്ങനെയാ ഈ കാശ് വാങ്ങുന്നുണ്ടോ അതോ? അയാൾ പറഞ്ഞു തീരുന്നതിന് മുൻപേ നീട്ടിയ നോട്ടുകൾ കൈകളിലേക്ക് വാങ്ങിയിരുന്നു മീന നിറകണ്ണുകളോടെ. കൈകൂപ്പി നടന്നു നീങ്ങുന്നവളെ കണ്ട് ഈപ്പൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി നിറഞ്ഞതും അയാൾ ഉറക്കെ പറഞ്ഞു, ഇവളാണ് പെണ്ണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.